പലപ്പോഴും ശരി ഉത്തരങ്ങൾ പറയുക എന്നത് ഒരു മിടുക്കാണ്. എന്നാൽ ഏറ്റവും ശരിയായ ഉത്തരം പറയുക എന്ന് പറയുന്നത് മിടുക്കുകൾക്കിടയിലെ ഒരു അതിബുദ്ധി മാത്രമാണ്. ഇനി ഈ കൂട്ടത്തിൽ ആരാണ് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ശരിയായ ഉത്തരം പറയുന്നത് എന്നറിയുന്ന റൗണ്ടാണ് ശരിക്കും ശരിയല്ല. ശരിക്കും ശരിയല്ല എന്ന റൗണ്ടിൽ ആദ്യം പറയാൻ അവസരം കിട്ടുന്നയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൂടുതൽ. അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് ഏറ്റവും ആദ്യം ഉത്തരം പറയാനുള്ള അവസരം നേടുക എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ പുരുഷയിലേക്ക് പോവുകയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ധ്യാനിച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് ചിന്താമഗ്നരായി പുരുഷനെ നോക്കി ഞാൻ 1 2 3 പറയുമ്പോൾ പുരുഷോ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണം. ഓക്കെ, റെഡിയായി നിന്നോളൂ. 1 2 3. ഓ, ഞാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനിടയിൽ കയറി എന്നെ അനുഗ്രഹിക്കണമെന്ന്. അത് ഭയങ്കര സ്വാർത്ഥതയാണ് കേട്ടോ. എല്ലാരും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താ പറയുക, എവറി ആക്ഷൻ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാരും രക്ഷപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലാണ് എല്ലാരും കൂടെ നമ്മൾ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുള്ളൂ. ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, ചോദ്യങ്ങൾ തുടങ്ങാൻ വേണ്ടി പുരുഷ ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് തരും. A, B, C, D ഓരോന്നിന്റെയും പുറകിൽ ഓരോ അക്കങ്ങളുണ്ട്. ആ അക്കങ്ങളായിരിക്കും നിങ്ങൾ ഉത്തരം പറയേണ്ട നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഇതിലാദ്യം 3 സ്ത്രീകളും ഒരേ ഒരു പുരുഷനും മാത്രമായതുകൊണ്ട് പുരുഷന് ഞാൻ അവസരം കൊടുക്കുന്നു. തിരഞ്ഞെടുത്തോളൂ. ഡി. നോക്കട്ടെ ഡി എന്താണെന്ന്. ഒന്നാമത് പറയാനുള്ള അവസരം. ഓക്കെ, ഇനി തുറക്കാനുള്ളത് എന്റെ കൂടെ റാമ്പ് വാക്ക് നടത്തിയ ആളാണ്. തുറന്നോളൂ. സി. രണ്ടാമത് ഇനി ചേച്ചിക്കാണ് അവസരം. ചേച്ചി പറയൂ. ബി. മൂന്നാമത് പറയാനുള്ള അവസരം. സാധാരണമായി 4ാമത് പറയേണ്ടത് സുഗതകുമാരി ടീച്ചറാണ്. ടീച്ചറല്ല അല്ലേ, എന്താ ജോലി? വീട്ടമ്മ. സുഗതകുമാരി വീട്ടമ്മയാണ്. വീട്ടമ്മ എന്ന് പറഞ്ഞോളൂ. ഏ വന്നത് നന്നായി. വീട്ടമ്മ എന്ന് പറയുന്നത് മെയിലാണ് തീരുന്നത്. ഇനി ആദ്യം വർഗീസേട്ടനാണ്. വർഗീസേട്ട ശ്രദ്ധിച്ച് കേൾക്കുക, ഉത്തരം പറയുക. കേട്ടല്ലോ. സാധാരണ മലയാളികളുടെ ജീവിതം മാറ്റിമറിച്ച ഇലക്ട്രോണിക്സ് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ സർവേയിൽ നോക്കട്ടെ. 20% പേര് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് മൊബൈല്. മൊബൈല് നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. മൊബൈല് 30%. ഇനി ലീലാമണി. മിക്സി. ഒരുപാട് തേങ്ങയുടെ മുളകിന്റെ ഒക്കെ ജീവിതം മിക്സി മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചതിൽ മിക്സി നമുക്കുണ്ടോ നോക്കാം. ഇല്ല അല്ലേ? മിക്സി, മോട്ടോർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ പെടുന്നതാണ്, ഇലക്ട്രോണിക് അല്ല. പിന്നെ അത് ഇത്ര ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് നോക്കാൻ പറ്റില്ല. ഞങ്ങൾ ജനങ്ങൾ പറഞ്ഞാണ് എടുക്കുന്നത്. ജനങ്ങൾ എന്തും പറയും. ജനങ്ങൾ ചിലപ്പോൾ ഒരലെന്ന് വരെ പറഞ്ഞു കളയും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോളൂ. ടെലിവിഷൻ. ടെലിവിഷൻ നോക്കട്ടെ എത്ര % ഉണ്ടെന്ന്. എല്ലാവരും ആയില്ലേ? എല്ലാവരും ആയി. ഇനി തുറക്കാതെ കിടക്കുന്ന 2 എയും സിയുമാണ്. അതാരും പറഞ്ഞില്ല. എ സി ജീവിതം മാറ്റിമറിച്ചു നമുക്ക് അറിയില്ലല്ലോ. ചോദിച്ചു നോക്കാം. ഓപ്പൺ എ. ക്യാമറ 14%. ക്യാമറ മാറ്റിമറച്ച ജീവിതങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ജീവിതം, നിങ്ങളുടെ എല്ലാം മുഖം വാടിയത് ഒളിക്യാമറ എന്ന് ആലോചിച്ചിട്ടാണ് അല്ലേ? നല്ലത് ചിന്തിക്കണം. എന്റെ ജീവിതം ഇത്രയും ക്യാമറകൾ വെച്ച് ഇത് ഷൂട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് മാറ്റിമറിച്ചത്. ഞാൻ നല്ലതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മുഖത്ത് ആ ക്യാമറ മാറ്റി വരച്ചത് ഞാൻ അപ്പൊ തന്നെ മറ്റേ അല്ലേ എന്തൊക്കെയോ ചില കപട ചിന്തകൾ വന്നിട്ടുണ്ട്. സി ഓപ്പൺ ചെയ്യൂ. റെഫ്രിജറേറ്റർ 7% പേര് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അതിൽ ആരാദ്യം പറയണം എന്നറിയുന്നതിന് വേണ്ടി വീണ്ടും കൈകൂപ്പിക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. 1 2 3. തട്ട് കിട്ടിയപ്പോ ഭക്തി കൂടി അല്ലെ? ആദ്യം ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാൻ. വരട്ടെ. ഇത്തവണ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആളാരാണ് നന്ദിനി? ലീലാമണി ചേച്ചി. ഓ, മിക്സി ഈസ് ആൻ ഇലക്ട്രിക് എക്യുപ്മെന്റ് വിച്ച് ഈസ് ജീവിതം മാറ്റിമറിക്കൽ. തുറന്നോളൂ ആദ്യം തന്നെ. ഡി. 3ാം സ്ഥാനം. വീണ്ടും 3 അല്ലേ ചേച്ചി? ബി. ഓപ്പൺ ബി. 4ാമത് പറയാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചർ. സി. വർഗീസ് ചേട്ടൻ.
രണ്ടാമത് പറയാനുള്ളത്. അപ്പോൾ സുഗതകുമാരി വീട്ടമ്മ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഭൂരിപക്ഷം പറഞ്ഞ ഉത്തരം പറയുക. ഓണം എന്ന് കേട്ടാൽ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? പൂക്കളുടെ ഒരു ഉത്സവമായിട്ടാണ് തോന്നുന്നത്, ആഘോഷം. മഹാബലി. എന്താണ് ഒരു സാധനം പറയൂ. മഹാബലി. ഓക്കെ, മഹാബലി. നോക്കട്ടെ. മാവേലി. 29% പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വർഗീസ് ചേട്ടൻ. ഓണസദ്യ. ഓണസദ്യ. നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. ലീലാമണി ചേച്ചി. പൂക്കളം. പൂക്കളം. ആ, സന്തോഷം. സന്തോഷം. ഓണം എന്ന് പറയുമ്പോൾ സന്തോഷം ഓർമ്മ വരും. പെട്ടെന്ന് സന്തോഷമല്ല വരുന്നത്. കുഴപ്പമില്ല, സന്തോഷ് പണ്ഡിത്തിന് ഓർമ്മ വരാഞ്ഞത് ഭാഗ്യം. നോക്കട്ടെ. ഓപ്പൺ. സന്തോഷം. സന്തോഷമായി ഗോപിയേട്ടാ. കയ്യിൽ നിന്ന് പോയല്ലോ ദൈവമേ. എ ഓപ്പൺ. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഡി ഓപ്പൺ. ഓണം എന്ന് പറഞ്ഞാൽ പുതിയ സിനിമകൾ ഓർമ്മ വരാം, ഓണപരീക്ഷകൾ ഓർമ്മ വരാം. അതൊന്നും ആയിരുന്നില്ല. ഇനി വീണ്ടും നമ്മളുടെ ലാസ്റ്റ് ചോദ്യം ഈ റൗണ്ടിലെ. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയാൻ ഈ റൗണ്ട് നിങ്ങളെ സഹായിക്കും. എല്ലാം മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് പുരുഷയിലേക്ക് പോവാം. ഇത്തവണ ആര് തുറക്കണം? നന്ദിനി. നന്ദിനിക്ക് വിട്ടിരിക്കുകയാണ് അത് തുറപ്പിക്കുന്ന ജോലി. ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച സിൽസി ചേച്ചി തന്നെ ആയിക്കോട്ടെ. ഡി. ആഹാ. ലീലാമണി ചേച്ചി. സി. വർഗീസ് ചേട്ടൻ. എ. ഡി. കാക്കയെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ പഴഞ്ചൊല്ല് ഏതാണ്? കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. നോക്കട്ടെ എത്ര ശതമാനം പേര് അത് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. അടുത്തത് സിൽസി ചേച്ചി. വീടും പരിസരവും വൃത്തിയാക്കല്. പഴഞ്ചൊല്ല്. കാക്കയെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ പഴഞ്ചൊല്ല് ഏതാണ്? കാക്കയുടെ പേരും കൂടെ പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ല് ഏതാണ്? പഴഞ്ചൊല്ലുകളൊന്നും കേട്ടിട്ടില്ലേ? അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് മാത്രമേ കാക്കയെ കുറിച്ചൊരു പഴഞ്ചൊല്ല് അറിയാവുള്ളൂ. കാക്കേ കൂടെ ഇവിടെ. അത് കവിതയല്ലേ? ജനം മനസ്സിലിരുന്ന് പലതും പറഞ്ഞിട്ടുണ്ടാവും. കേട്ടോ, സമയം കഴിഞ്ഞു. കേട്ടോ, ഇനി അടുത്ത ആള്. സുഗതകുമാരി ചേച്ചി. മുത്തശ്ശി പറഞ്ഞാ മതിയാ. അറിയാവുന്ന ഒരു പഴഞ്ഞ. അത് ആരെ പറഞ്ഞൊന്നും എനിക്ക് അറിയണ്ട. കാക്ക കുട്ടീനോട് പറയുന്നത് കാക്ക വേഗം വരുമോ അമ്മേന്ന് ചോദിച്ചപ്പോ പിന്നെ മുത്തശ്ശിയാണെങ്കിൽ ഞാൻ നേരം വൈകി വരും, ബാല്യക്കാരത്തിയാണ് നേരത്തെ വരും. ഒന്നും അല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ ഏടെയാ ജനിച്ചു വളർന്നിനി? ഏടെയാ സ്ഥലം? നിങ്ങൾ ഏടുന്നാ വരുന്നത്? കാക്ക വിളിച്ചാൽ കൊക്കാമോ പറഞ്ഞില്ല. ഇനിയിപ്പോ പറഞ്ഞു. ഇനിയിപ്പോ ഏടെയാ കിട്ടുക? കാക്കേനെ പറ്റി ഒന്നുമില്ലപ്പ. ആകെ തോറ്റു പോയി ഈ റൗണ്ടില്. ഇഷ്ടം പോലെ സമയം ഏതാണ്ട് അരി എത്തിയിട്ടുണ്ടേ. ആ, കൈ തിരുമ്മി എടുത്തു. സമയം കഴിഞ്ഞു. കേട്ടോ, ഇനി അടുത്ത ആള്. അടുത്തത് ലീലാമണി ചേച്ചി. കാക്കാക്കൂട്ടിൽ കുയില് മുട്ടയിടും. അന്നേരം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പറയാനായിട്ട്. എന്നിട്ട് കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ടപ്പോ കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ടപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, മറന്നുപോയി. കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത് ഒരു സത്യമാണ്. അത് പഴഞ്ചൊല്ലല്ല. കുയിൽ കാക്കയുടെ കൂട്ടിൽ എപ്പോഴും മുട്ടയിടാറ്. ഇനി കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ടപ്പോൾ കാക്ക ആണോ അങ്ങനെ വല്ലതുമാണോ ജനങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കാക്കയിൽ സമയം കഴിഞ്ഞു. ഓക്കെ, ഒരാള് മാത്രമേ കാക്കയെ വെച്ചുള്ള പഴഞ്ചൊല്ല് പറഞ്ഞുള്ളൂ. എത്ര പഴഞ്ചൊല്ലുകളുണ്ട് നോക്കിക്കോളൂ. ഓപ്പൺ. എ. ആലിങ്കായി പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട്. കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പൊ പഴഞ്ചൊല്ലില്ലെന്ന് പറഞ്ഞ് വീടും പരിസരവും വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് കാക്ക നിങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത്. അടുത്തത് സി. കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ. കേട്ടിട്ടില്ല? ഉണ്ട്. ആ, അടുത്തത് ബി. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഒക്കെ നമ്മൾ പറയാറുള്ളതല്ലേ. കാക്ക പറമ്പ് വൃത്തിയാക്കല് മാത്രമാണ് പണി. ഡി. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. അതൊരു സിനിമാ പേരാണ്, അതൊരു പഴഞ്ചൊല്ലാണ്. ജനങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറയുന്നത്
ചേരാത്തവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ശരിക്കും അത് കേട്ട് പഴകിയൊരു പഴഞ്ചൊല്ലല്ല. പക്ഷെ ഞങ്ങൾ ജനങ്ങളിൽ സർവേ നടത്തിയപ്പോൾ ഒരുപാട് പേര് ഇത് പറഞ്ഞതുകൊണ്ടാണ് അത് ആ ലിസ്റ്റിൽ കയറിയത്. എന്നാലും 3 പേര് പറഞ്ഞത്, ചേച്ചി എന്താ പറഞ്ഞത്, മുത്തശ്ശി വന്നപ്പോൾ കാക്ക കാത്തിരുന്നപ്പം മുത്തശ്ശി വന്ന് പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞിനി കാക്ക നീ പേടിക്കണ്ട, കാക്കയുടെ അമ്മ നാളെ വരുമെന്ന്. ആ കഥ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും കഥ എന്താണ്? അത് ശരിക്ക് കാക്ക കുഞ്ഞിനെ കൂട്ടിലാക്കിയിട്ട് പോവാം. അപ്പൊ അമ്മേ വേഗം വരുമോന്ന് ചോദിക്കൂ. അപ്പൊ പറയും മുത്തശ്ശിയാണെ വേഗം വരില്ല, ബാല്യക്കാരത്തിയാണെ വേഗം വരും. അതെന്തായാലും മീൻ മുറിക്കുന്ന സമയത്ത് ഈ ബാല്യക്കാരത്തിക്ക് ശ്രദ്ധ കുറവായിരിക്കും. മുത്തശ്ശിയാണെ നല്ലോണം മുറിച്ച് അത് കാക്കയ്ക്കൊന്നും കൊടുക്കൂല. അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ വേഗം വരും, ബാല്യക്കാരാണെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് വരൂല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വരുമെന്ന്. പെട്ടെന്ന് വരുമെന്ന്. മുത്തശ്ശിയാണെ വരൂല. കാക്ക സിംബോളിക്കായിട്ട് സംസാരിച്ചതാണ് വീട്ടിൽ പണിയെടുക്കുന്നതിനെ പറ്റി. ഈ കഥയാണ് കാക്കയെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. വെരി ഗുഡ്. ഇനി ഒരു ചെറിയ മത്സരം കൂടെ ഞാൻ ഇവിടെ എന്റേതായിട്ട് നടത്തുകയാണ്. ഇതിലൊന്നും പെടാത്ത ഒരു പഴഞ്ചൊല്ലും കൂടെ കാക്കയെ ചേർത്ത് നിങ്ങൾക്ക് പറയാമോ? പറയൂ. കാക്കത്തൊള്ളായിരം. കാക്കത്തൊള്ളായിരം പഴഞ്ചൊല്ലോ. വിജയിച്ച് നിൽക്കുക, വെറുതെ വില കളയണ്ട കേട്ടോ. തോറ്റോ? എല്ലാരും തോറ്റോ? ഞാൻ പറയട്ടെ. കാക്ക കിടക്കും കയറോടും. അത് കാള കിടക്കും കയറോട്. അത് 2 തെറ്റുണ്ട്. ഒന്നാമത് കാളയാണ്, രണ്ടാമത് കടങ്കഥയാണ്, പഴഞ്ചൊല്ലല്ല. കണ്ടോ? ഓക്കെ, നമുക്ക് എന്റെ റിസൾട്ടിലേക്ക് പോവാം. ഈ മത്സരത്തിൽ ഒരാൾ പുറത്താകും. എനിക്കും തനിക്കുഞ്ഞ് പൊൻകുഞ്ഞാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. പുരുഷനും ഈ കൂട്ടത്തിൽ ആരാണ് പുറത്തേക്ക് പോകുന്നത്? സുഗതകുമാരി 58, ലീലാമണി 24, വർഗീസ് 62, സിൽസി 30. അയ്യോ ഇത് എങ്ങോട്ടായി പോന്നേ? എങ്ങോട്ടാ? എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടാ. ഇത് നമ്മൾ ചില കാറൊക്കെ കുറേ ഇറക്കി കഴിയുമ്പോൾ ലിമിറ്റഡ് എഡീഷൻ എന്ന് പറഞ്ഞ് ഇറക്കും. കുറച്ച് സാധനം മാത്രം എക്സ്ട്രാ വെച്ചിട്ട്. ഇത് അതുപോലെ ദൈവം ലിമിറ്റഡ് എഡീഷൻ ആക്കിയിട്ട് ഇറക്കി വിട്ടേക്കുന്ന എന്തോ ഒരു സംഭവമാണ്. അല്ലാതെ ഇതല്ല. ലീലാമണി ചേച്ചി വരൂ. ലീലാമണി ചേച്ചി എവിടുന്ന് വരുന്നു എന്നായിരുന്നു പറഞ്ഞത്? കോട്ടയം. വീട് കോട്ടയം. കോട്ടയത്ത് എവിടെയായിരുന്നു സ്ഥലം? കുമാരനെല്ലൂര്. കുമാരനെല്ലൂര്. കുമാരനെല്ലൂര് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഈ സമയങ്ങളിലും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പലർക്കും വീട്ടിലിരുന്ന് TV കാണണം, അല്ലെ എനിക്ക് പോകാൻ മടിയാന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഒരു പരിപാടി വരുന്നു, എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണമെന്ന് തോന്നുന്ന മനസ്സ് വളരെ വലുതാണ്. ആ വലിയ മനസ്സിനുള്ളതാണ് ഇനിയുള്ള സമ്മാനങ്ങളെല്ലാം.